ഹലോ ഗായ്സ്, വാട്സാപ്പ്, ഇറ്റ്സ് മീ വിക്സൽ സായി. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്. പുതിയ സ്ഥലത്ത് സ്പോണായിരിക്കണേ ഗായ്സ്. നമ്മളിപ്പോൾ ഒരു പുതിയ ലെറ്റ്സ് പ്ലേൻ്റെ സീരീസാണ്. ഇതിന് മേലേക്ക് കയറി പോകണമല്ലോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്, അതുകാരണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഫോണിലാണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ മൈൻക്രാഫ്റ്റ് എന്ന് അയച്ച്. ഇതെങ്ങനെ മേലെ കയറി അതൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് മേലെ പോകണം. പൊളിക്ക് ഇതെന്താ കയറി പോയി. പിന്നെ ഗൈസ്, നമ്മൾ സുധി എന്ന് പറയുന്ന ഒരാളുടെ മൈൻക്രാഫ്റ്റൊക്കെ കാണാറുണ്ട്. ആൾ മൈൻക്രാഫ്റ്റിൽ ഗോഡാണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതൊരു അലമ്പ് സീഡാണ് ഗൈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരെയും പോലെ തന്നെ ഉള്ളതാണ്. പിന്നെ എന്താ ചെയ്യുക. പിന്നെ ആദ്യത്തെ കാര്യം, ആദ്യം നമുക്ക് മരം വെട്ടി പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഗൈസ് ഓരോ ഡേയ്സ് ആയിട്ടാണ് എപ്പിസോഡ് ഇടുന്നത്. നിങ്ങൾ അങ്ങനെ വേണം കാണാൻ. ഫസ്റ്റ് ഡേ പറഞ്ഞൊരു ഫസ്റ്റ് എപ്പിസോഡായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് ഗേളാണെന്നൊന്നും വിചാരിക്കണ്ട. അതൊരു കിങ്ങിൻ്റെ പോലത്തെ സ്കിന്നുണ്ട്. അപ്പം ഞാനൊന്ന് എടുത്തിട്ട് നോക്കിയതാണ്. പിന്നെ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും നമ്മളിങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഷീപ്പ് പൊളിക്ക് നമ്മൾ അപ്പോൾ നമുക്കിന്ന് ബെഡിനുള്ളതായിട്ടുണ്ട്. ഒരു ഷീപ്പേ ഉള്ളൂ ഗൈസ്. ഇതെന്താ ചാവാത്ത? അങ്ങോട്ടും പോകണം ഗൈസ്. പിന്നെ ഫോണിലായതുകൊണ്ട് അല്ലെങ്കിൽ ഫോണും കൂടിയാണ്, നല്ല ലാഗാണ് ഗൈസ്. എൻ്റെ കസിൻ്റെ സൗണ്ടൊക്കെ കുറച്ച് കേൾക്കും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഫുഡിനുള്ളതായിട്ടുണ്ട്. ഒരു ഊണും കിട്ടിയിട്ടുണ്ട്. ഇനി തലക്കൊള്ളാം വേണ്ട. ഇനി ഗൈസ് നമുക്ക് എപ്പോഴൊക്കെ ചാവെന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു വോൾഫ് നിൽക്കുന്നതിന് തല്ലിയല്ലോ. വേണ്ട ചാവാൻ വയ്യ. പോവാ ഗൈസ്, ഓടിക്കോ. ഇനി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് സ്റ്റോൺ ടൂൾസിൽ നിന്ന് വുഡൻ ടൂൾസ്, ആരെങ്കിലും ഒരു വുഡൻ ടൂൾസ് സെറ്റ് ചെയ്യണം. എന്ത് ചെയ്യും? ഒരു കോഴിക്കുട്ടി ഞാൻ സ്നാപ്ഷോട്ടിൽ കണ്ടാണല്ലോ കോഴിക്കുട്ടിൻ്റെ രൂപം മാറിയെന്ന്. അതെങ്ങനെ തന്നെ ഇരിക്കുന്നത്. എനിക്ക് മാറും കോഴി എന്താ മാറാത്ത ഗൈസ്. അപ്പോൾ കോഴിക്കുട്ടിൻ്റെ രൂപമൊന്നും മാറില്ല. അവിടെ വേണമെങ്കിൽ അടുത്തത് ഇവിടെ വെച്ച് നമുക്കൊന്ന് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ കുറച്ചൊന്ന് പ്ലാങ്ക്സ് ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ റെഡിയാണ് ഗൈസ്. വാവ്, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് എല്ലാ വുഡൻ ടൂൾസും ഉണ്ടാക്കാൻ പാടില്ല. പൊട്ടിക്കണ വേണ്ട. അപ്പോൾ ഗൈസിന് നമുക്കിതൊക്കെ അടിച്ച് പൊളിച്ചിട്ട് അടിയിൽ പോയിട്ട് ഇതിനൊക്കെ സ്റ്റോൺ ടൂൾസ് ആക്കാം ഗൈസ്. ഇവിടെ സ്റ്റോൺ കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളൊന്ന് മൈൻ ചെയ്തെടുത്തിട്ട് സ്റ്റോൺ ടൂൾസ് ആക്കാം. നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഇത്ര സ്റ്റോൺ മതിയെന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടെ എടുക്കാം അല്ലേ. പൊളി അങ്ങനെ പൊട്ടിച്ചോ. മതി പോവാ. നമുക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രീമിൻ്റെ ബഡ്ഡിയാണ് ഇതൊക്കെ. ഇവിടെ ഞാനൊന്നും കുഴിച്ചിട്ടില്ല, ആരെങ്കിലും ചോദിച്ചില്ലേ പ്രശ്നം. ഷീപ്പ് തല്ലിക്കൊല്ല. നമുക്ക് പിക്കാക്സും കൊണ്ട് തല്ലിക്കൊല്ല. 3 അടിക്ക് ഇപ്പോൾ ചാവും നോക്കിയോ. 1 2 3 കറക്റ്റ് ഗൈസ്. എൻ്റെ പ്രസിഷൻ ഉണ്ടോ? അത്രയും കഴിവുകൂടിയ ആളാണ് ഞാൻ. എനിക്ക് അത്ര മൈൻക്രാഫ്റ്റ് കളിക്കാൻ അറിയില്ലെങ്കിലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. ഞാൻ അത്ര ഗോഡ് ലെവൽ പ്ലെയറൊന്നും അല്ല, അത് കാരണം ഹാർഡ് കോറിന് പകരം സാധാ സർവൈവൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ആക്സും കൂടി ഉണ്ടാക്കണം. ഒരു ആക്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് ആക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കറക്റ്റ് ശ്രദ്ധിച്ചു. നമുക്ക് ഇത്
ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. പക്ഷെ മരം പറ്റിയല്ലോ. നമ്മൾ മേലെ അവിടെ നിന്നിട്ട് നമുക്ക് സ്ഥലം ഒന്ന് നോക്കണം. രസം ഉണ്ടോയെന്ന് നോക്കാം. കാട് അതാ ഒരു മല പോലത്തെ ഒരു സാധനം കണ്ടല്ലോ, അതിൻ്റെ മേലെ കയറിപ്പോകും ഗൈസ്. പിന്നെ നിങ്ങളൊന്ന് സഹകരിക്കണം, നല്ല ലാഗ് ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഫോട്ടോ മാറ്റിക്കൊണ്ടിരിക്കുന്നതൊന്നുമല്ല, ശരിക്കും മൈൻക്രാഫ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് വേഗം പോകുമ്പോൾ എന്താണ് ഇത് വലിയ കേവാണല്ലോ. ഇതൊക്കെ ഒന്ന് കാണാൻ വരണം. കേവല്ല, ഇത് വെള്ളം പിടിച്ച സാധനമാണ്. ഭയങ്കര വിൻഡിങ് റിവറാണ്. ചുവപ്പ് പൂ നമുക്ക് പോയി കുറച്ചൊക്കെ ചുവപ്പ് പൂ എടുക്കാം. കാരണം അതെനിക്ക് കുറച്ച് ഇതാണ്. അതായത് നമ്മൾ ചുവപ്പ് പൂ എടുക്കണത്. നമുക്ക് കുറച്ച് മരം വെട്ടി താഴെ പോകാം. നമ്മൾ ബെഡ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ക്ലാസിക് ബെഡ് തന്നെ ഉണ്ടാക്കണം. ബ്ലഡ് അല്ല ബെഡ്. ഇതൊക്കെയാണ് പറയുന്നത് ഗൈസ്. വേഗം പോ. ഇതെന്താ ആടി നിൽക്കുന്നു? ഒന്ന് വേഗം പോടേ. പൊട്ടിക്കോ. ഇതൊന്ന് 2 കിട്ടുമോ? നോക്കാം. ലാസ്റ്റ് നോക്കാം ഗൈസ്. ഇത് എടുക്കണ്ട. ഓക്കെ, ഒരെണ്ണം കിട്ടുള്ളൂ. ഗൈസ് കറക്റ്റ് 3 ആയിട്ടുണ്ട്. ഞാൻ മലേൻ്റെ മേലെ പോവാം. മലേൻ്റെ മേലെ പോയിട്ട് വേണം പരിപാടിയൊക്കെ സെറ്റ് ചെയ്യാൻ. ഇതൊരു ടെക്നോബ്ലേഡ് നിൽക്കുന്നു ഗൈസ്. അവിടെ ഗൈസ് നമ്മുടെ ടെക്നോബ്ലേഡ്. അതാ ഗൈസ് ടെക്നോബ്ലേഡ് പോയി. നമുക്ക് ടെക്നോബ്ലേഡിനെ അറിയാമെങ്കിൽ കമൻറ്റിൽ പറയാം. പിന്നെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കിങ്ങനെ കളിക്കാനൊന്നും അറിയില്ല. ഗൈസ് ഇതെൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. അയൺ ഇതെന്ത് പോത്തുകുട്ടിയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. കുറച്ച് അയൺ മൈൻ ചെയ്യാം. പൊട്ടിക്കോ. അതും പൊട്ടട്ടെ, ഇതും പൊട്ടട്ടെ, അതും പൊട്ടട്ടെ. പൊട്ടൊന്ന് വേഗം. ഇതെന്ത് ഞാൻ വെച്ചാണ്? കുറേ ഉണ്ടല്ലോ. ഞാൻ വെച്ചൊന്നുമല്ല, എന്നാലും കുറച്ച് സ്റ്റോൺ ഒപ്പിക്കാൻ. 11 അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. 11 അയൺ. കുറച്ച് മേലെ എമറാൾഡൊക്കെ ഇരിക്കേണ്ട. അതും കൂടി ഇപ്പോൾ കുറച്ച് മെയിൻ ചെയ്യാം. ഇതുകൊണ്ട് എമറാൾഡ് പൊട്ടിയിട്ടില്ല. അയൺ പിക്കാക്സ് വേണ്ടേ? സോറി ഗൈസ്, വീണ്ടും മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. കായൊക്കെ പൊളിച്ചെടുത്തിട്ട് കുറഞ്ഞില്ല, കുറേ ഉണ്ടല്ലോ നമ്മുടെ ഗൈസ്. ഇവിടെ തന്നെ 3 കിട്ടുന്നു തോന്നുന്നുണ്ട്. ഇതേ ഉള്ളൂ, 3 കിട്ടുള്ളൂ ഗൈസ്. ഇവിടെ കുറച്ച് കോളൊക്കെ ഉണ്ട്. കോള് പിന്നെ എടുക്കുക. ഷീപ്പ്. അയ്യോ അമ്മേ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വേഗം ചാവാൻ ചാൻസ് ഉണ്ട്. ഷീപ്പ് ചാവ്. അവിടെ വേറൊരു ഷീപ്പും കൂടി ഉണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ മൊത്തം 3 റൂളായിട്ടുണ്ട്. നമുക്ക് ബെഡൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ അയണൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. കറക്റ്റ് 9. ഇതൊക്കെ എന്താണിത് ഗൈസ്? ഇതൊക്കെ വരുന്നത് ഒരു ഫർണസ് ഉണ്ടാക്കാം. കറക്റ്റ് 9 ഉണ്ടായിരുന്നു ഗൈസ്. എന്താ ചെയ്യുക? ഒരു ബെഡും കൂടി ഉണ്ടാക്കി വയ്ക്കാം. റെസ്പോൺസ് സെറ്റ് ചെയ്യട്ടെ. പോട്ടെ. വേണ്ട, ഇവിടെ കുറച്ച് കോളില്ല ഗൈസ്. 14 ഉണ്ട്. നമുക്ക് മെല്ലെ പോയി കോൾ എടുത്തിട്ട് വരാം. സോറി, അയണായിരുന്നു ഗൈസ്. അയണിൻ്റെ റോ അയൺ അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കോൾ എടുക്കാൻ വന്നിട്ടുണ്ട്. ഒരു 8 നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. കറക്റ്റ് ഗൈസ്. 2 8 14 ഗൈസ്. നമുക്ക് കറക്റ്റ് 2 കോൾ. അയ്യോ 8 16 അല്ലേ? സോറി ഗൈസ്, വേണ്ട ഒരു മിസ്റ്റേക്ക് പറ്റി. ആരും അത് മൈൻഡ് ആക്കണ്ട. കുറച്ച് കോപ്പർ ഉണ്ട് ഗൈസ്. കോപ്പർ നമ്മളിപ്പോൾ പഴയ പോലെയല്ല, മോജാങ്ക് കോപ്പറിന് കുറച്ച് നല്ല യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആർമറൊക്കെ ഉണ്ടാക്കാം നമുക്കിനി. ഗൈസ് 3 പിടിച്ച 10 കിട്ടി ഗൈസ്. രാത്രിയായി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാം. ഇത്രയും യൂസ്ഫുൾ വീഡിയോസ്. എനിക്ക് വീഡിയോ യൂസ്ഫുൾ ആയാൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ സായി സൈനിങ് ഔട്ട്.